താമരശ്ശേരി രൂപത കാത്തലിക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ അവകാശ പ്രഖ്യാപനവും മഹാസമ്മേളനവും നടക്കാനിരിക്കുകയാണ്. നമുക്കിപ്പം താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ തന്നെ ചേരുകയാണ്. ഇത്തരം ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുന്നു. ഒപ്പം തന്നെ അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള നയപ്രഖ്യാപനങ്ങൾ നടത്തുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ഇക്കാര്യങ്ങളെല്ലാം സർക്കുലറിലൂടെ അറിയിച്ചിരുന്നു. നിങ്ങളത് പ്രസിദ്ധീകരിച്ചു എന്നും വിചാരിക്കുകയാണ്. പ്രധാനമായിട്ടും 8 ഇനങ്ങളിലുള്ള കാര്യങ്ങളാണ്. സമുദായം എന്ന നിലയിൽ ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, അത് ഞങ്ങൾ നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടും ഞങ്ങളിപ്പോഴും പിന്നാക്കം തന്നെ നിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട JB കമ്മീഷൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. ആ റിപ്പോർട്ട് 2023 അത് സബ്മിറ്റ് ചെയ്തതാണ്. അത് അത്തരം റിപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഞങ്ങൾ വർഷങ്ങളുടെ നീണ്ട നിരന്തരമായ അഭ്യർത്ഥനയായിരുന്നു. അങ്ങനെ അത് ഒരു ദിവസം കൊണ്ടല്ല, നിരന്തരമായി ഞങ്ങൾ എപ്പോഴും അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് അതുപോലെ കമ്മീഷന് വെക്കുകയും അവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു. അത് ആ സമുദായത്തിന് വളരെ ഗുണകരമായി. അതുപോലൊരു പഠനം നടത്തി ഈ സമുദായം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിച്ച് ഞങ്ങൾക്കതിന് പരിഹാരം കണ്ടെത്തണം. അങ്ങനെ ഒരു കമ്മീഷനെ വെച്ചു. 2023 സബ്മിറ്റ് ചെയ്തു. എന്തുകൊണ്ട് വെളിച്ചം കാണുന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിരന്തരം ഞങ്ങൾ ആവർത്തിച്ചിട്ടും ഞങ്ങൾ അതിനുള്ള സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സമരമാണിത്. ഞങ്ങൾക്ക് കൂടുതൽ കാർഷിക മേഖലയിലാണ് ഞങ്ങൾ ആളുകൾ ജീവിക്കുന്നത്. അവിടെ 19 ലക്ഷം ആളുകളുണ്ട്. വനത്തോട് ചേർന്ന് തന്നെ കൃഷി ചെയ്തും അങ്ങനെ ജീവിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് വരുമാനമില്ല. ഞങ്ങളുടെ ജീവിതം എല്ലാം തന്നെ തകർന്നിരിക്കുകയാണ്. ഉപജീവനത്തിനുള്ള സാഹചര്യങ്ങൾ അപ്രത്യക്ഷമാകുക. ഞങ്ങൾ എന്തു ചെയ്യും? ഇക്കാര്യങ്ങൾ ഞങ്ങൾ നിരവധി തവണ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു. വനപാലകരുടെ ചൂഷണമാണ്, അനീതിയാണ്. അതിനെതിരെ സർക്കാരിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ചെയ്യാൻ സാധിക്കണമല്ലോ. ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിനല്ലേ ഉള്ളത്. ഇക്കാര്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഞങ്ങളുടെ പ്രധാനമായും. കാർഷിക മേഖല തകർന്നടിയുന്നു. ഇത്തരം കാര്യങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ വേണ്ട വിധത്തിൽ കൃത്യസമയത്ത് അതിന് പരിഹാരം കണ്ടെത്തുന്നില്ല എന്നുള്ള രോദനമാണ് ഇന്നത്തെ റാലിയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. സർക്കാരിന് മാത്രമുള്ള ഒരു താക്കീതാണോ, അതല്ല പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള താക്കീത് കൂടിയാണോ ഇത്? അത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, അത് വായിച്ചെടുക്കാം. വരികൾക്കിടയിലൂടെ വായിക്കാൻ എല്ലാവർക്കും സാധിക്കുമല്ലോ. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഉൾപ്പെടെ ലക്ഷ്യമിടുന്നുണ്ടോ? കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നമ്മളുടെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ നാളുകളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്യമൃഗ പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ JB കമ്മീഷൻ്റെ കാര്യം അഭിമന്യ പിതാവ് പറഞ്ഞു കഴിഞ്ഞു. ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടും വലിയ ആശങ്ക കത്തോലിക്ക സമുദായത്തിലുണ്ട്. നമ്മളുടെ സമരപ്പന്തലിൽ എത്തിച്ചേർന്ന് ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമാണെന്ന് പറഞ്ഞ ആളുകളെയൊന്നും പാർലമെൻറ്റിലോ നിയമസഭയിലോ കണ്ടില്ല. അതപ്പോൾ മലക്കം മറിഞ്ഞു. അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇങ്ങനെ നമ്മളുടെ ആളുകളുമായി ബന്ധപ്പെട്ട് ഏത് പ്രശ്നം വന്നാലും ഒരുതരം അവഗണന കത്തോലിക്ക സമുദായം നേരിടുന്നുണ്ട് ഇന്ന്. അത് ഭരണപക്ഷത്തു നിന്നുമുണ്ട്, പ്രതിപക്ഷത്തു നിന്നുമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ പോകാൻ സാധിക്കത്തില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭരണ സംവിധാനത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും. അത് സമുദായത്തിൻ്റെ പ്രശ്നം പരിഗണിക്കുന്നവർക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അല്ലാതെ ആരെങ്കിലും ഇത് മുൻകാലഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ വോട്ടാണ്, ഇത് ഞങ്ങൾക്ക് തന്നെ കിട്ടിക്കോളും, അവരെ അവഗണിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി മുതൽ നടക്കില്ല എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ആലോചിച്ചുറപ്പിച്ചുള്ള സംഘടിതമായിട്ടുള്ള മുന്നേറ്റം, രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റം തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സഭാ പിതാക്കന്മാരുടെ ഒപ്പം നിന്നുകൊണ്ട് ഉണ്ടാകും. ഒരു പാർട്ടി രൂപീകരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ കൃത്യമായിട്ടൊരു പാർട്ടി രൂപീകരണം എന്ന് ഇപ്പോൾ പറയുന്നില്ല. ചിലപ്പം ഭാവിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മളുടെ ആളുകളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നു. ഭാവിയിൽ ചിലപ്പം വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറാതിരിക്കാം. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഒരു മുന്നേറ്റം കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകും. ഈ വഖഫ് ബില്ല് വന്നു, അതുപോലെ ഇനി മറ്റ് ബില്ലുകൾ ഒരുപക്ഷെ വരുമോ എന്നുള്ളൊരു ആശങ്ക പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അത് മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയാണെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് സീറോ മലബാർ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് താമരശ്ശേരി രൂപതയുടെ നിലപാട്? ഇത്തരം നീക്കങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടല്ലോ. ഞങ്ങളതിനെ ശക്തമായി എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ
ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ, ഒരു ട്രസ്റ്റ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളതിനെ ശക്തമായി എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. അതുണ്ടാകുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വഖഫ് ബില്ലിൽ എന്തെങ്കിലും ഒരു ആശങ്ക, സമാനമായ രീതിയിൽ അത്തരം എന്തെങ്കിലും ആശങ്ക പങ്കുവെക്കുന്നുണ്ടോ? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ, ക്രിസ്ത്യൻ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഗുണകരമായിട്ടുള്ള ഒരു ബില്ലാണ് വഖഫ് ബില്ലിലെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം വളരെ ചെറിയ ഒരു വിഭാഗത്തിന് മാത്രം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബില്ലിലെ അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഉൾച്ചേർത്ത് വയ്ക്കുന്ന ഒരു ബില്ലായി ഇത് മാറുന്നത് അതിനകത്ത് കറക്ഷൻ വരുമ്പോഴാണ്. ആ തരത്തിൽ സ്വാഗതാർഹമാണ്, ഒരു സംശയവുമില്ല. പിന്നെ നമ്മൾ നേരിടുന്ന മറ്റ് പ്രതിസന്ധികൾ നിരവധിയാണ്. ഇപ്പോൾ 80-20 അനുപാതം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ആ പറയുന്ന സ്കോളർഷിപ്പ് വിവാദത്തിൽ ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാനുപാതികമായി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യണമെന്ന്. അത് ഹൈക്കോടതി പറഞ്ഞ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ കൂടി നികുതി പണം എടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. ഈ 80-20 അനുവാദം തന്നെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ അനുമതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിന് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? EWS സംവരണം, കേന്ദ്രം ഒരു സംവരണ സംവിധാനം കൊണ്ടുവന്നു. ഇവിടെ സംവരണമില്ലാത്ത സംവരണേതര വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്ക് കിട്ടുന്ന 10% സംവരണമാണ്. ആ സംവരണത്തെ ഉദ്യോഗസ്ഥ ലോബിയിലൂടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അവരിപ്പോൾ നിഷേധിക്കുകയാണ്. പലപ്പോഴും സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. കേന്ദ്രം 8 ലക്ഷമാക്കി ഇപ്പോൾ ഇവിടെ 4 ലക്ഷമാക്കി ചുരുക്കി. അതുപോലും അപേക്ഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അപേക്ഷകളിൽ ലഭിക്കാത്ത സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് നിലനിൽക്കുന്നു. ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതുപോലെയാണ് പട്ടയഭൂമി, കർഷകർ നേരിടുന്ന വലിയൊരു അതുപോലെ ഇപ്പോൾ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഭരണപക്ഷത്തോട് കാര്യങ്ങളൊക്കെ പറയുന്നു, പ്രതിപക്ഷത്തോട് പറയുന്നു, പക്ഷേ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ആ ഒരു നിലപാടിലാണോ ഇപ്പോൾ ഈ സമ്മേളനം? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഇവരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉറപ്പ് നൽകണം. അവിടെ ഇവിടെ പ്രസ്താവനകൾ നടക്കിയിട്ട് ഇവിടെ പറഞ്ഞ ഒരു പ്രസ്താവന പറയുകയും നിയമസഭയിൽ വേറൊന്നും ചെയ്യുകയും പാർലമെൻറ്റിൽ വേറൊന്നും ചെയ്യുകയും ചെയ്യുന്ന രീതിയല്ല അഡോപ്റ്റ് ചെയ്യേണ്ടത്. രാഷ്ട്രീയത്തിന് ചേർന്നതല്ല, ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല. അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും കണിശമായിട്ടും നിലപാടുകൾ വ്യക്തമാക്കണം. ഇനി ഇവരെപ്പോഴും ഒരു വോട്ട് ബാങ്കാണ്, അവരെ ഒരു പ്രശ്നമല്ല എന്നുള്ള മട്ടിൽ പോയാൽ ഇനി ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമുദായ സംഘടനയ്ക്ക് ഭാവിയിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നാൽ ഈ സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത്തരം ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെ ഇതിനെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാവും. അതിനൊരു സംശയവും വേണ്ട. സമുദായ സംഘടന 107 വർഷം പഴക്കമുള്ള സംഘടനയാണ്. ആ സംഘടന അവിടെ നിലനിൽക്കും, അതിനൊരു കോട്ടവുമില്ല. അതങ്ങ് മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇവിടെ SNDP ഉണ്ട്, NSS ഉണ്ട്, അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്. പക്ഷേ SNDPക്കും പാർട്ടികളുണ്ട്, NSSനും സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളുണ്ട്. അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സമുദായ സംഘടനയ്ക്കും പാർട്ടി ആവുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ നോക്കിയാൽ ആവശ്യമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. അത്തരത്തിലുള്ള ഒരു ഗത്യന്തര ഘട്ടത്തിലേക്ക് ഇപ്പോൾ സമുദായം എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരം ചിന്തകളിലേക്ക് നീങ്ങുന്നത് എന്നാണ് ബിഷപ്പ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.